ഒരു കാട്ടിൽ ചങ്കി എന്ന പേരുള്ള ഒരു മടിയനായ കഴുത ജീവിച്ചുകൊണ്ടിരുന്നു. ചങ്കിയുടെ മടി കൊണ്ട് അതിന്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ചങ്കി കഴുത അതിന്റെ ഭാര്യയെ മങ്കി എന്നാണ് വിളിക്കുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ച സമയത്ത് ചങ്കി വെറുതെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പൊ അതിന്റെ ഭാര്യ വന്ന് അതിനെ എഴുന്നേൽപ്പിച്ചു. എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തരുതെന്ന് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര നല്ല സ്വപ്നങ്ങൾ കണ്ടോണ്ടിരുന്നതാ. നിന്റെ സ്വപ്നം ഞാൻ ഒരുപാട് കണ്ടതാ. ഈ കാട്ടിൽ കഴുത എന്ന പേരിൽ നീ വളരെ ഫേമസ് ആണ്. അല്ല, ഇത്ര പ്രശസ്തനാവാനായി എന്താ ഉള്ളത്? ഞാനൊരു കഴുതയല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് കാട്ടിൽ ഒരുപാട് കഴുതയുണ്ടാകാം, പക്ഷെ നിന്റെ അത്ര മടിയനായ ഒരു കഴുത പോലും ഉണ്ടാകില്ല ഇവിടെ. ആ, അതൊക്കെ വിടുന്നേ. ഇത് പറ, നീ എന്തിനാ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? ഇന്ന് നമ്മുടെ കാടിന്റെ സിംഹരാജാവ് എല്ലാവർക്കും വിരുന്ന് വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പോകണ്ടേ? അപ്പൊ ചങ്കി കഴുത പാതിയുറക്കത്തിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവാ. മതി മതി നിർത്ത്. സിംഹരാജാവ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നീ മറന്നോ? ആരെങ്കിലും വിരുന്നിന് വന്നില്ലെങ്കിൽ അദ്ദേഹം വളരെ ദേഷ്യപ്പെടും. ഓ ശരി ശരി, ഞാൻ പോവാം. നമ്മുടെ മഹാരാജാവിന് പോലും അറിയില്ല അദ്ദേഹം എന്തൊക്കെ ആശയങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന്. അങ്ങനെ ചങ്കി കഴുത അതിന്റെ ഭാര്യയോടൊപ്പം സിംഹരാജന്റെ വിരുന്നിന് പോയി. സിംഹരാജന്റെ ഗുഹയ്ക്ക് മുന്നിൽ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ആ വിരുന്നിൽ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. ചങ്കി കഴുത അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു. അവിടെ ഇരുന്ന് എല്ലാ മൃഗങ്ങളെയും നോക്കി. കുറച്ചു നേരം കഴിഞ്ഞ് സിംഹരാജാവ് ചങ്കി കഴുതയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കുന്നു. നീ ഇവിടെ ഇരിക്കുക തന്നെയാണല്ലോ. നിനക്ക് വിശക്കുന്നൊന്നുമില്ലേ? ഞാൻ നല്ല വിഭവങ്ങൾ പാചകം ചെയ്തിട്ടുണ്ട്. മഹാരാജൻ, അങ്ങ് നല്ല വിഭവങ്ങളൊക്കെ പാചകം ചെയ്തിട്ടുണ്ട്. അങ്ങ് ഈ വിഭവങ്ങൾ അങ്ങയുടെ കൈകൊണ്ട് വിളമ്പുന്നത് വളരെ നന്നായിരിക്കും. ഒരു വിളമ്പുകാരനെ വെച്ചാൽ വളരെ നന്നായിരുന്നു. നീ എന്താണ് പറഞ്ഞു വരുന്നത്? മഹാരാജൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കണം. പക്ഷെ ശരീരം മൊത്തം ആലസ്യമാണ്. എനിക്ക് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. നീ പരിധി കടന്നിരിക്കുന്നു ചങ്കി. നീ എന്താണ് പറഞ്ഞു വരുന്നത്? നിന്റെ വായിൽ ഭക്ഷണം വെക്കാൻ പോലും ഞാൻ ആളെ കൂലിക്കെടുക്കേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് അതല്ല മഹാരാജൻ. അങ്ങ് എന്റെ വാക്കിനെ തെറ്റായി എടുത്തിരിക്കുകയാണ്. നീ എന്റെ അതിഥി ആയിരുന്നില്ലെങ്കിൽ നിന്റെ മാംസമെല്ലാം ഇപ്പൊ തന്നെ കടിച്ചു കീറി നിന്നെ കൊന്നേനെ, എന്നിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചേനെ. പക്ഷെ ഇപ്പൊ നീ എന്റെ അതിഥിയായി പോയി. അതുകൊണ്ട് നിന്നെ ഞാനിപ്പോ അനുസരിക്കുന്നു. കാരണം ഞാൻ അതിഥികളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാ. മങ്കി, ഏയ് മങ്കി, ഇങ്ങോട്ട് വരൂ. പാവം സിംഹരാജന് അറിയാത്ത കാര്യമില്ലെന്നാൽ ചങ്കി അതിന്റെ ഭാര്യയാണ് മങ്കി എന്ന് വിളിക്കുക എന്നത്. സിംഹരാജാവിന്റെ ഉറക്കുള്ള ഗർജനം കേട്ട് ചങ്കിയുടെ ഭാര്യ മങ്കി പെട്ടെന്ന് ഓടി വന്നു. സിംഹരാജ, നിങ്ങൾ എന്നെ വിളിച്ചോ? ഞാൻ കുരങ്ങിനെയല്ലേ വിളിച്ചത്. നീ എന്തിനാ ഇവിടെ വന്നത്? അത് പിന്നെ എന്റെ പേരും മങ്കിയാണ് മഹാരാജ. ചങ്കി എന്നെ എപ്പോഴും മങ്കി എന്ന് വിളിക്കുക. എന്ത്? ഇവൻ നിന്നെ മങ്കി എന്നാണ് വിളിക്കുന്നതെന്നോ? മങ്കി എന്റെ പ്രത്യേക ശിഷ്യനാണെന്ന് ഈ കാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ആയിരുന്നിട്ട് നിന്നെ ഇവൻ മങ്കി എന്നാണോ വിളിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകൂ, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം കൊണ്ട് രണ്ടിനെയും കൊന്നുകളയും. അങ്ങനെ സിംഹരാജാവ് ചങ്കി മങ്കി രണ്ടുപേരും അപമാനിച്ച് വിരുന്നിൽ നിന്ന് പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും സങ്കടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ചങ്കി വീണ്ടും കിടന്നുറങ്ങാനായി തുടങ്ങി. എപ്പോഴും സിംഹരാജാവ് നമ്മളെ അപമാനിച്ച് പാട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. നിനക്ക് ഒട്ടും സങ്കടമേ ഇല്ലേ? നിനക്ക് എങ്ങനെ വീണ്ടും ഉറക്കം വരുന്നേ? ഏയ്, വിഷമിക്കാതിരിക്കും മങ്കി. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. നിന്റെ ഭർത്താവ് ചങ്കിയുടെ ഒരു ദിവസം വരുമ്പോ ഞാൻ സിംഹരാജാവിനെ പിടിച്ച് കഴുതയാക്കി കളയും. ദിവസം സ്വപ്നം കണ്ട് ഇപ്പൊ നീ അർഹതയില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്നാ തോന്നുന്നേ. മങ്കി, എല്ലാത്തിനും ഞാൻ മടിയനാണെന്ന് നിനക്ക് നന്നായി അറിയാം. പക്ഷേ സ്വപ്നം കാണുന്നതിൽ ഞാൻ തീർച്ചയായിട്ടും മടിയനല്ല. അങ്ങനെ പറഞ്ഞ ചങ്കി കഴുത നാണിക്കാതെ വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങി.
അന്നു മുതൽ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ചങ്കി മങ്കി രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ടേയിരുന്നു. അന്ന് സിംഹരാജാവ് നിന്നെ ഇത്ര കളിയാക്കി ആ പാട്ടിൽ നിന്ന് പുറത്താക്കിയത് മറന്നു. അത് പിന്നെ എങ്ങനെയാ നീ നാണമില്ലാതെ എല്ലാവരുടെ മുന്നിലും നടക്കുന്നത്? മതി, ഒരുപാടായി ചിങ്കി. ഞാൻ മടിയൻ തന്നെയാ എന്ന് വെച്ച അതിന്റെ അർത്ഥം നിനക്ക് തോന്നുന്നത് എന്തും എന്നോട് പറയാമെന്നല്ല. നീ എന്ത് ചെയ്യുമെന്നെ? നിന്നെ കുറിച്ച് സംസാരിച്ച ഞാൻ സിംഹരാജാവിനോട് പോയി പറഞ്ഞു കൊടുക്കും. പരാതി പറയുന്നതിന് മുമ്പ് ഒരു തവണ ആലോചിക്ക് ചിങ്കി. ഞാൻ കാട്ടിലെ രാജാവാകുന്ന നിമിഷം നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. ചങ്കി അങ്ങനെ പറഞ്ഞത് കേട്ട് ചിങ്കി കിളി അവനെ കളിയാക്കി ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പറന്നു പോയി. ചിങ്കി കുരുവി ചങ്കിയെ കളിയാക്കിയത് കൊണ്ട് അവന് ഒരുപാട് ദേഷ്യം വന്നു. അതിനുശേഷം അത് ദേഷ്യത്തിൽ ഒരു മരത്തിന് മുന്നിൽ ചെന്ന് നിന്നു. അപ്പൊ ചങ്കി കണ്ടു അവിടെ ഒരു സ്വാമിജി താഴെ വീണ് കിടന്നത്. അദ്ദേഹം എഴുന്നേക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ ചങ്കി കഴുത ഒരുപാട് ദേഷ്യത്തിൽ അദ്ദേഹത്തിന്റെ പുറത്ത് ആഞ്ഞു ചവിട്ടി കിട്ടിയതും അദ്ദേഹം വേഗം എഴുന്നേറ്റു. ഞാനൊരു അത്ഭുത സന്യാസിയാണെന്ന് നിനക്കറിയില്ലേ? പക്ഷേ നീ എന്നേക്കാൾ വലിയ സന്യാസിയാവാൻ നോക്കുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? നിങ്ങൾ എന്റെ ഭാഷ സംസാരിക്കുന്നോ? മനുഷ്യർക്ക് മൃഗങ്ങളുടെ ഭാഷ അറിയുമോ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു അത്ഭുത സന്യാസിയാണെന്ന്. എന്റെ നടുവിൽ കഠിനമായൊരു ഉളുക്കുണ്ടായിരുന്നു. നിന്റെ ചവിട്ട് കൊണ്ടതും എന്റെ ഉളുക്ക് ഭേദമായി. ഇതിനു പകരമായി നിനക്ക് എന്തെങ്കിലും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറയൂ, എന്താണ് വേണ്ടത്? അപ്പൊ ചങ്കി കഴുത ഒരുപാട് നേരം ആലോചിച്ച് ആ സ്വാമിജിയോട് പറഞ്ഞു, എനിക്ക് ഈ കാട്ടിലെ രാജാവാകണം. പക്ഷേ കാട്ടിലെ രാജാവ് സിംഹമല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് എന്താഗ്രഹിക്കുന്നുവോ അത് ചോദിക്കാൻ. ശരി ശരി, നിന്റെ ആഗ്രഹം ഞാൻ തീർച്ചയായും നിറവേറ്റിത്തരും. ഈ കാട്ടിലെ രാജാവായ സിംഹം കുറച്ചു നാളത്തേക്ക് മറ്റൊരു കാട്ടിലേക്ക് വിഹരിക്കാൻ പോകുന്നുണ്ട്. ആ സമയം നിന്നെ ഞാൻ ഇവിടുത്തെ രാജാവാക്കാം. അങ്ങനെ പറഞ്ഞ സ്വാമിജി അദ്ദേഹത്തിന്റെ കൈയുയർത്തി ചങ്കിയോട് കാണിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു പ്രകാശം ചങ്കിയുടെ മേൽ വീണു. കുറച്ചു നേരത്തിലെ ചങ്കി കഴുത ഒരു സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. അല്ലയോ സന്യാസി, സത്യത്തിൽ ഞാനൊരു സിംഹമായി മാറി. അതെ, പക്ഷേ ഇത് കുറച്ചു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഓർമ്മയിരിക്കട്ടെ, കാട്ടിലെ യഥാർത്ഥ രാജാവായ സിംഹം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകും. അതൊരിക്കലും സംഭവിക്കില്ല സന്യാസി. അവൻ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവനെ കൊന്നുകളയും. നിനക്കത് ചെയ്യാനാവില്ല. അതെയോ? എന്തുകൊണ്ട്? കാരണം നീയൊരു സിംഹത്തെ പോലെയാണെങ്കിലും സത്യത്തിൽ നീയൊരു കഴുത മാത്രമാണ്. അങ്ങനെ പറഞ്ഞ സ്വാമിജി അവിടെ നിന്ന് പോയി. ചങ്കി കഴുത വേഗത്തിൽ സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് ചെന്നു. അതിനുശേഷം അതെല്ലാ മൃഗങ്ങളെയും സഭയിലേക്ക് വിളിച്ചു വരുത്തി. എന്റെ കാട്ടുവാസികളെ, നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് നിങ്ങളെയൊക്കെ ഇവിടേക്ക് വിളിച്ചിരിക്കുന്നതെന്ന്. അതെ രാജൻ. എന്തെന്ന് വെച്ചാൽ വർഷങ്ങളായി തുടരുന്ന ഒരു പാരമ്പര്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. എന്ത് പാരമ്പര്യം? വർഷാവർഷങ്ങളായി കാട്ടിൽ ഈ പാരമ്പര്യമാണുള്ളത്. കാട്ടിലെ രാജാവ് സിംഹമാണെന്നുള്ളത്. എല്ലാവരും അവനെ സിംഹം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും കാട്ടിലെ സിംഹത്തെ ഡങ്കി എന്ന് വിളിക്കണം. ചങ്കി കഴുത അങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാ മൃഗങ്ങളും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അങ്ങ് എന്താണ് ഈ പറയുന്നത് മഹാരാജൻ? അതെങ്ങനെ സംഭവിക്കാനാണ്? തീർച്ചയായും സംഭവിക്കും കുരങ്ങേ. ഞാൻ കാട്ടിലെ രാജാവാണ്. എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഹേയ് കുരങ്ങേ, ഇന്നു മുതൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് നിന്റെ ജോലിയാണ്. മഹാരാജൻ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അങ്ങേക്ക് വേട്ടയാടി കഴിക്കുകയല്ലേ പതിവുള്ളൂ. എനിക്കാണെങ്കിൽ വേട്ടയാടാനും അറിയില്ല. ഇന്നു മുതൽ ഞാൻ പറയുന്നത് മാത്രം നീ കഴിച്ചാൽ മതി. അപ്പോൾ അങ്ങേ ആര് പരിപാലിക്കും മഹാരാജൻ? ഇന്നു മുതൽ എന്റെ കാര്യങ്ങൾ കാട്ടിലുള്ള ചിങ്കിപ്പക്ഷി നോക്കിക്കോളും. എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്. ഗുഹയ്ക്കകത്താണെങ്കിൽ വളരെ ചൂട് കൂടുതലാണ്. ഇന്നു മുതൽ ചിങ്കിപ്പക്ഷി എനിക്ക് കാറ്റ് വീശി തരണം.
പക്ഷേ സിംഹരാജ, ഞാനൊരു ചെറിയ പറവയാ. എന്റെ കൊക്ക് കൊണ്ട് വലിയ വിശറി എങ്ങനെ വീശാൻ പറ്റും? എനിക്കറിയില്ല. എന്റെ ഉത്തരവ് നീ പാലിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പൊക്കോളൂ. കാട്ടിലെ എല്ലാ മൃഗങ്ങളും വളരെ ആശ്ചര്യത്തോടെ അവിടെ നിന്ന് പോയി. അന്ന് മുതൽ പാവം ചിങ്കിക്കുരുവിയെ രാവും പകലും വിശറി വീശാൻ പറഞ്ഞു സിംഹരാജ. വിശറി വീശി വീശി സിംഹരാജാവ് നന്നായി കിടന്നുറങ്ങി. ഒരു ദിവസം ചിങ്കിക്കുരുവി കരഞ്ഞുകൊണ്ട് കുരങ്ങനോട് വന്ന് പറഞ്ഞു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം തോന്നുന്നു. ഏതാണ് ശരിക്കുമുള്ള സിംഹരാജാവ്? നിനക്ക് മാത്രമല്ല ചിങ്കിപ്പക്ഷി, ഈ കാട്ടിലെ എല്ലാവർക്കും ഇതിൽ സംശയമുണ്ട്. കാരണം രാജാവ് പകൽ മുഴുവൻ ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങുകയും മാംസത്തിന് പകരം പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യുന്നു. പറഞ്ഞത് ശരിയാ. എല്ലാരും കാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പോയാൽ പിന്നെ ഞാനും ഈ കാട് വിട്ടു പോകും. അങ്ങനെ കാട്ടിലുള്ള മൃഗങ്ങൾ എല്ലാവരും ചങ്കി കഴുതയെ കൊണ്ട് കഷ്ടപ്പെട്ടു. അതിനുശേഷം അവരെല്ലാവരും കാട് വിട്ടുപോകാനും തീരുമാനിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ശരിക്കുമുള്ള രാജാവായ സിംഹം കാട്ടിലേക്ക് വന്നു. അപ്പൊ സിംഹരാജനെ കണ്ട് അതിന്റെ സുഹൃത്തായ കുരങ്ങൻ എങ്ങനെ പറഞ്ഞു, ഇതെന്താണ് കഴുത മഹാരാജാവേ, അങ്ങ് ഗുഹയിൽ ഉറങ്ങുന്നില്ലേ? അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മങ്കിക്കുരങ്ങേ? നിനക്ക് എത്ര ധൈര്യം വന്നിട്ടാ നീ എന്നെ ഡങ്കി എന്ന് വിളിച്ചത്? മഹാരാജൻ, അങ്ങല്ലേ വിളിക്കാൻ പറഞ്ഞത്? അങ്ങനെ കുരങ്ങ് സംഭവിച്ചതെല്ലാം സിംഹത്തിനോട് പറഞ്ഞു. എന്റെ കൂടെ വരൂ. അവൻ തീർച്ചയായും ഒരു വഞ്ചകനായിരിക്കണം. ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. സിംഹരാജാവ് വളരെ ദേഷ്യത്തിൽ ഗുഹയ്ക്ക് ചെന്നു. സിംഹരാജാവിനെ കണ്ടതും ചങ്കി കഴുത അതിന്റെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് മാറി. ഓ, അപ്പൊ നീയാണല്ലേ ചങ്കി കഴുതേ? എന്റെ രൂപം അണിഞ്ഞുകൊണ്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെ കൊണ്ടും എന്നെ ഡോങ്കി എന്ന് വിളിപ്പിച്ചു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ അവിടേക്ക് അതേ സ്വാമിജി വന്നു. എന്നെ വിട്ടേക്കൂ സിംഹരാജൻ. അത് ഞാനാണ് അവന് കുറച്ചു ദിവസത്തേക്ക് നിന്റെ രൂപം ധരിക്കാനുള്ള വരം നൽകിയത്. പക്ഷേ നിങ്ങൾ നൽകിയ വരദാനം അവൻ മോശമായി മുതലെടുത്തു. അവൻ സിംഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞു. അപ്പൊ അവിടേക്ക് ചങ്കി കഴുതയുടെ ഭാര്യയും വന്നു. അത് ഒരുപാട് ദിവസമായി ചങ്കിയെ കാണാതെ അന്വേഷിക്കുകയായിരുന്നു. ഇദ്ദേഹത്തോട് ക്ഷമിക്കൂ മഹാരാജ. സിംഹരാജൻ, ഇതൊരു കഴുതയാണ്. പിന്നെ കഴുതയ്ക്ക് കഴുതയെ പോലെ ആകാനേ കഴിയുകയുള്ളൂ. എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഞാനൊരു നല്ല കഴുതയാണ്. സിംഹരാജാവ് ചങ്കിയെ കണ്ട് അയ്യോ പാവമെന്ന് പറഞ്ഞ് ചങ്കിയെയും അതിന്റെ ഭാര്യയെയും പോകാനായി അനുവദിച്ചു. സ്വാമിജിയും അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ ചങ്കി കഴുത മുഴുവനായി അതിന്റെ സ്വഭാവം മാറ്റി.